നീ മസിൽ മാസ് വെക്കാനാണ് ജിമ്മിൽ വന്നതെന്നുണ്ടെങ്കിൽ ഇന്റൻസിറ്റി വേണം. ഇന്റൻസിറ്റി എന്താണെന്ന് അറിയാത്തവന്മാരാണ് കിടന്ന് ഈ പ്രസംഗിക്കുന്നത്. ഇന്റൻസിറ്റി എന്താണ്, റെസ്റ്റ് ഫെയിലിയർ എന്താണെന്ന് ഒരു ബേസിക് നോളജ് പോലും ഇല്ലാത്തവന്മാരാണ് ഈ കിടന്ന് പ്രസംഗിക്കുന്നത്. ഇന്റൻസിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് എന്ന് പറയുന്ന സാധനം കിട്ടുകയില്ല മോനെ. ഇന്റൻസിറ്റിയോ റെപ്സ് ടു ഫെയിലിയറോ എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ വിചാരം 50 100 റെപ്സ് അടിക്കുക എന്നാണ്. അങ്ങനല്ല. നിങ്ങൾക്ക് ആ ഒരു സെറ്റിൽ എന്ത് ഡ്യൂറേഷൻ ഇല്ല, അത് കൂട്ടി വെച്ചാൽ മതി. നിങ്ങൾ ഉദാഹരണം ഒരു ഹൈപ്പർട്രോഫി വർക്കൗട്ട് അല്ലെങ്കിൽ 12 റെപ്സ് 15 റെപ്സ്, ഇതിനകത്ത് നമുക്ക് 15 റെപ്സിനുള്ളിൽ തീർച്ചയായിട്ടും ഫെയിലിയർ ആക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത് ഡ്യൂറേഷൻ, ആ സെറ്റിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ കൂട്ടി ആ ഫെയിലിയർ ആക്കാൻ ശ്രമിക്കുക. സെറ്റ്സിന്റെ എണ്ണം ഒന്ന് കൂട്ടി നോക്കി. എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് 3 സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയല്ല, 3 സെറ്റ് 4 സെറ്റ് ആക്കാം, അത് 5 ആക്കാം. നിങ്ങൾ വർക്കൗട്ടിന്റെ എണ്ണം കുറയ്ക്കുക. ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇപ്പം ചെസ്റ്റിന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂവ്മെന്റിൽ ഒരു 3 വർക്കൗട്ട് കിട്ടിയാൽ മതി. അത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, സെറ്റ്സിന്റെ എണ്ണം കൂട്ടുക. 4 സെറ്റാക്കാം, 5 സെറ്റാക്കാം, യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന മിസ്റ്റേക്ക് 20 കിലോ എടുത്തിട്ട് ഉടനെ 30 കിലോയിട്ട് പോയി ചാടാതെ ജിമ്മിലോട്ട് കയറി വന്നിട്ട് നെക്സ്റ്റ് ഡേ എല്ലാവരും മെഡിസിൻ്റെ പുറകിനല്ല പോകുന്നത്. എല്ലാവരും നാച്ചുറലായിട്ട് റിസൾട്ട് കിട്ടിയിട്ട് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മെഡിസിൻ എടുക്കാതിരിക്കാം. 2 രീതിയിലും ഈസി ആയിട്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 100% റിസൾട്ടോട് കൂടിയേ നമ്മൾ കൊടുക്കുന്ന സാധനവും പറയുന്ന സാധനവും ചെയ്യത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു 10 പേര് ഒരുമിച്ച് വന്ന് പറഞ്ഞു ഞാൻ പറയുന്ന സാധനം അല്ലെന്നുണ്ടെങ്കിൽ തരുന്ന സാധനമോ എന്തെങ്കിലും റിസൾട്ട് ഇല്ലാതെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറ.